ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തെക്കുറിച്ചാണ്. ശിവക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണമാണ് നടത്തേണ്ടത്. ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. ശിവക്ഷേത്രത്തിൽ ചൈതന്യം താഴികക്കുടത്തോളം ഉയർന്ന് ഓവിൽ കൂടി കൈലാസത്തിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രം. ആയതിനാൽ ശിവക്ഷേത്രത്തിൽ ഓവ് മറികടന്നുള്ള പ്രദക്ഷിണം പാടില്ല. ശിവക്ഷേത്ര പ്രദക്ഷിണ സമയത്ത് ദേവന്റെ വലത്തുവശത്തു കൂടി ഓവ് വരെ ചുറ്റി വന്ന ശേഷം താഴികക്കുടത്തെ നോക്കി തലയ്ക്ക് മുകളിൽ 7 പ്രാവശ്യം കൈകൾ കൂട്ടിക്കൂട്ടിയ ശേഷം തൊഴുത് തിരികെ നേർനടയിലെത്തി തൊഴുത ശേഷം വീണ്ടും ദേവന്റെ ഇടതുവശത്തു കൂടി ഓവിനടുത്തെത്തി മുമ്പത്തെ പോലെ തൊഴുക. അപ്പോൾ ഒരു പ്രദർശനം പൂർത്തിയായി. ഇങ്ങനെ 3 പ്രദർശനം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. കൈ കൊട്ടുന്നത് മൂലം ഭക്തരുടെ ശിരസിൽ അമൃത പ്രഭാവം ഉണ്ടാകുന്നത്രേ. ശിവക്ഷേത്രത്തിൽ ദേവന്റെ വലതുവശത്തു കൂടി പ്രദർശനം വയ്ക്കുമ്പോൾ ഓവ് വരെ ബലിക്കലിന് പുറത്തുകൂടിയും തിരികെ ഓവിൽ നിന്ന് നേർനട വരെ ബലിക്കലിനുള്ളിൽ കൂടിയും പ്രദർശനം ചെയ്യണം. തുടർന്ന് ദേവന്റെ ഇടതുവശത്തു കൂടി പ്രദർശനം ചെയ്യുമ്പോൾ ഓവ് വരെ ബലിക്കലിനുള്ളിൽ കൂടിയും ഇങ്ങോട്ട് തിരികെ ബലിക്കലിന് വെളിയിൽ കൂടിയും നേർനട വരെ പ്രദർശനം ചെയ്യണം. എന്നാൽ മാത്രമേ ബലിക്കൽ എപ്പോഴും വലതുവശത്ത് എന്ന വിധി പാലിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാണായാമവും മറ്റും പോലുള്ള ഒരു യോഗാവസ്ഥയാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം എന്ന് പറയുന്നത്. വടക്കുവശത്തെ ഓവിലൂടെ പ്രവഹിക്കുന്നത് ഗംഗാനദിയാണെന്നും ഗംഗാനദിയെ മുറിച്ചു കടക്കരുതെന്നുള്ള ഒരു ആചാരവും ശിവക്ഷേത്രത്തിലെ പ്രദർശനത്തിനുണ്ട്. പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായ ഈശ്വരശക്തിയുടെ പ്രതീകമാണ് ശിവലിംഗം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.